ഇംഗ്ലണ്ടിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രവചിക്കുകയും നിലവിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസായി വർക്ക് ചെയ്യുന്ന വാലസ് വെബ്. ഈ വാലസ് വെബിന് വളരെ കുഞ്ഞു ഫാമിലിയുണ്ട്. ഒരു ഭാര്യ, 2 മക്കൾ, സുഖജീവിതം. പക്ഷേ ഭാര്യയായ ഹെലന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ബ്ലാക്ക് ഡോവ്സ് എന്ന ഒരു സീക്രട്ട് ഓർഗനൈസേഷനിലെ സ്പൈ കൂടിയാണ് ഹെലൻ. ഒരു അറ്റാക്ക് ഉണ്ടാക്കിയോ ഗവൺമെന്റ് ടോപ്പിലെയോ അങ്ങനെ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ഒന്നുമല്ല. പകരം എല്ലാ കാലവും നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുക, അത്രമാത്രം. ഇത്രയും വലിയൊരു പൊസിഷനിൽ ഈ പ്രശസ്തിക്ക് നടുവിൽ നിൽക്കുന്ന ഈ ഹെലന് ഇടയ്ക്കൊക്കെ ഒരു ചാഞ്ചാട്ടം ആവാല്ലേ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വേറൊരു പ്രേമബന്ധമുണ്ട്. ട്വിസ്റ്റൊന്നുമല്ല. അത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ജേസൺ ഡേവിസ് എന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വളരെ 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 ദുരൂഹമായ സാഹചര്യത്തിൽ ഈ ജേസൺ ഡേവിസും 2 സുഹൃത്തുക്കളും കൊല്ലപ്പെടുകയാണ്. എന്നാൽ ഇതൊരു വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയോ ഇതിന് പിറകെ അന്വേഷണം ഉണ്ടാകുകയോ ചെയ്യുന്നില്ല. ഇത് വല്ലാതെ ഹെലനെ അസ്വസ്ഥപ്പെടുത്തുന്നു. പെതുക്കെ പെതുക്കെ ഈ കൊലയാളിയെ തേടി ഇറങ്ങാൻ ഹെലൻ നിർബന്ധിതയാകുന്നു. അതിന് ഇമോഷണലി അല്ലെങ്കിൽ ലോജിക്കലി 2 കാരണങ്ങളുണ്ട്. പോകെ പോകെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഐഡന്റിറ്റി തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് വളരുന്നു. ഈ അന്വേഷണം ഇവർക്ക് കൂട്ടുനിൽക്കുന്നത് ഇവരുടെ സുഹൃത്തായിരുന്ന ഒരു പഴയ ഹയേർഡ് അസാസിനാണ്, സാം യങ്. ഈ 2 പേരും ചേർന്ന് മുന്നോട്ട് നടത്തുന്ന ഈ കൊലപാതകത്തെ പറ്റിയുള്ള അന്വേഷണം ചെന്നെത്തിപ്പെടുന്നത് ലണ്ടന്റെ അണ്ടർവേൾഡ്, പോലീസ്, പൊളിറ്റിക്സ് എന്നീ വലിയ വലിയ മേഖലകളിലേക്കാണ്. പറഞ്ഞു വന്നത് നെറ്റ്ഫ്ലിക്സിലെ ബ്ലാക്ക് ഡോവ്സ് എന്ന സീരീസിനെ പറ്റിയാണ്. എസ്പിനോജ്, പൊളിറ്റിക്കൽ, ആക്ഷൻ, ഗാങ്സ്റ്റർ എന്നിങ്ങനെയെല്ലാം മിക്സ് ചെയ്ത ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ബ്ലാക്ക് ഡോസ്. ഒരു വമ്പൻ പാക്ഡ് ത്രില്ലറായി പോകുന്നുണ്ടെങ്കിലും ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഹെലനെ അഭിനയിച്ച കേറ നൈറ്റ്ലി, സാമായി അഭിനയിച്ച ബെൻ വിഷോ, ഈ 2 കഥാപാത്രങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഈ 2 കഥാപാത്രങ്ങളുടെയും വളർച്ചയിലും പാസ്റ്റിലും പ്രസന്റിലുമെല്ലാം ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പാണ് ഒരുപക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ പിവോട്ടൽ പോയിന്റായി പലയിടത്തും വരുന്നതും. അവസാന എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ വളരെ ഫാസ്റ്റ് പേസ്ഡായി വമ്പൻ ട്വിസ്റ്റുകളും ഇമോഷനും ഡെലിവർ ചെയ്യുന്ന വമ്പൻ മൊമെന്റുകൾ സീരീസ് തരുന്നുണ്ട്. ബ്ലാക്ക് ഡോവ്സ് സീസൺ 1 ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സീസൺ 2 റിന്യൂ ചെയ്ത് കഴിഞ്ഞു. സ്പൈ എസ്പിനോസ് ത്രില്ലർ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ സീരീസാണ് ബ്ലാക്ക് ഡോവ്സ്.